ദേവാസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. രാമേശ്വരത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് പോകുന്നതിനിടയ്ക്കുള്ള കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും രാമേശ്വരത്ത് പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 4 മണിക്കൂറിനടുത്താണ് രാമേശ്വരത്തേക്ക് വരുന്നത്. പക്ഷെ ഞങ്ങൾ 12:30 സ്റ്റാർട്ട് ചെയ്തിട്ട് 5:30 അവിടെ എത്തിയപ്പോൾ, കാരണം ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ നിർത്തി പതുക്കെയാണ് പോയത്, അതുകൊണ്ടാണ് അത്ര സമയം എടുത്തത്. അപ്പോൾ പോകുന്നതിനിടയ്ക്കുള്ള കാഴ്ചകൾ ആദ്യത്തെ കാഴ്ചകൾ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇതാണ് അവസ്ഥ. മൊത്തം ഇരുട്ടും ലൈറ്റും കാര്യങ്ങളൊക്കെ. അവിടെ എത്തിയതിനു ശേഷമാണ് ഈ ഒരു ലൈറ്റെങ്കിലും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വഴിക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റിയില്ല, രാത്രി സമയമായതുകൊണ്ട്. 5:30 ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഉള്ള വ്യൂ ഇതായിരുന്നു. നല്ലൊരു തണുപ്പുണ്ടായിരുന്നു, തണുത്തൊരു അന്തരീക്ഷമായിരുന്നു. തമിഴ്നാട്ടിൽ പൊതുവേ ഈ സമയത്ത് നല്ല ചൂടാണ്, പക്ഷേ ആ സമയത്ത് എനിക്ക് ചൂടൊന്നും അങ്ങനെ തോന്നിയില്ല. ആ 5:30 സമയം വെളുപ്പിന് സമയം ആയതുകൊണ്ടായിരിക്കാം നല്ല തണുപ്പ് തോന്നിയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 5:30 അവിടെ എത്തി. അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടുത്തെ കോവിലിനുള്ളിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ കോവിലിനുള്ളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് പോകുന്നവർ അതൊക്കെ അറിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് എളുപ്പമായിരിക്കും. ആദ്യമേ തന്നെ നമുക്ക് രാമനാഥസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് നോക്കാം. ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഹിന്ദു ദേവനായ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് രാമനാഥസ്വാമി ക്ഷേത്രം അഥവാ രാമനാഥസ്വാമി കോവിൽ. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പാരമ്പര്യമനുസരിച്ച് രാമനാഥസ്വാമി ക്ഷേത്രത്തിലെ ലിംഗം, അതായത് ശിവന്റെ ഒരു രൂപം, രാമസേതു എന്ന പാലം കടന്ന് ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട ദ്വീപ് രാജ്യമായ ലങ്കയിലേക്ക് പോകുന്നതിന് മുൻപ് സ്ഥാപിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ഇത് 4 ധാം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 12-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജവംശം ഈ ക്ഷേത്രം വികസിപ്പിച്ചു. തുടർന്ന് ഇതിന്റെ പ്രധാന ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പുതുക്കി പണിതു. ഇന്ത്യയിലെ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും വെച്ച് ഏറ്റവും നീളം കൂടിയ ഇടനാഴി ഈ ക്ഷേത്രത്തിനുണ്ട്. തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപിലും പരിസരത്തും 64 തീർത്ഥങ്ങൾ ഉണ്ട്. അതനുസരിച്ച് അവയിൽ 24 പ്രധാനമാണ്. ഈ തീർത്ഥങ്ങളിൽ കുളിക്കുന്നത് രാമേശ്വരത്തേക്കുള്ള തീർത്ഥാടനത്തിന്റെ ഒരു പ്രധാന വശമാണ്. അത് തപസ്സിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു. 22 തീർത്ഥങ്ങൾ ശ്രീ രാമനാഥസ്വാമി ക്ഷേത്രത്തിനുള്ളിലാണ്. 22 എന്ന സംഖ്യ രാമന്റെ ആവനാഴിയിലെ 22 അമ്പുകളെ സൂചിപ്പിക്കുന്നു. ആദ്യത്തേതും പ്രധാനവുമായ ഒന്നിനെ അഗ്നിതീർത്ഥം എന്ന് വിളിക്കുന്നു. രാമേശ്വരത്തെ തീർത്ഥങ്ങളിലെ പുണ്യജലത്തിൽ കുളിക്കുന്നതിലൂടെ ഭക്തരുടെ മുൻകാല പാപങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. മഹാലക്ഷ്മി, സാവിത്രി, ഗായത്രി, സരസ്വതി, സേതുമാധവ, ഗന്ധമാദന, കവച്ച, ഗവയ, നള, നീല, ശങ്കർ, ശകര, ബ്രഹ്മഹത്യ വിമോചന, സൂര്യ, ചന്ദ്ര, ഗംഗ, യമുന, ഗയ, ശിവ, സദയമൃത, സർവ,
കോടി എന്നിവയാണ് തീർത്ഥങ്ങളുടെ പേരുകൾ. ഈ പേരുകൾ സൂചിപ്പിക്കുന്നത് പോലെ അവയുമായി ബന്ധപ്പെട്ട ഗുണങ്ങളാണ് ഉണ്ടാവുക. മഹാലക്ഷ്മിയുടെയും സരസ്വതിയുടെയും ശിവന്റെയും ഒക്കെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് പോലെ സൂര്യന്റെയും ചന്ദ്രന്റെയും ദോഷങ്ങൾ പരിഹരിക്കുകയും ബ്രഹ്മഹത്യ ദോഷം മാറുകയും ഗംഗയിലും യമുനയിലും എല്ലാം കുളിച്ച് പുണ്യം ലഭിക്കുകയും സർവ്വദോഷങ്ങളും മാറി കോടി പുണ്യം ലഭിക്കുമെന്നാണ് ഇതിന്റെ ഫലം. ധനുഷ്കോടിയിൽ കുളിച്ചാൽ ദോഷങ്ങൾ മാറുന്നത് കൂടാതെ സന്താനഭാഗ്യം ലഭിക്കും എന്നും വിശ്വാസമുണ്ട്. രാവിലെ 5 മണി മുതൽ 1 മണി വരെയും വൈകിട്ട് 3 മുതൽ 9 മണി വരെയുമാണ് ദർശന സമയം. കുംഭമാസത്തിലെ മഹാശിവരാത്രി ഇവിടെ 10 ദിവസം നീണ്ട ഉത്സവമാണ്. നവരാത്രി ആഘോഷങ്ങളും വിശേഷമായി കൊണ്ടാടുന്നു. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായി നടക്കുന്ന തിരുകല്യാണ ഉത്സവവും പ്രശസ്തമാണ്. തമിഴ്നാട് സംസ്ഥാനത്തെ പാമ്പൻ ദ്വീപിന്റെ തെക്കുകിഴക്കൻ അറ്റത്തുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട പട്ടണമാണ് ധനുഷ്കോടി. പാമ്പന് തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഇത് ശ്രീലങ്കയിലെ തലൈമന്നാറിൽ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ പടിഞ്ഞാറായാണ് സ്ഥിതി ചെയ്യുന്നത്. 1964 രാമേശ്വരം ചുഴലിക്കാറ്റിൽ ഈ പട്ടണം നശിക്കപ്പെട്ടു. തുടർന്ന് ജനവാസമില്ലാതെ തുടരുന്നു. നിവാസികളില്ലെങ്കിലും ചരിത്രപരവും പുരാണപരവുമായ പ്രസക്തി കാരണം ധനുഷ്കോടി ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഇന്നും തുടരുന്നു. 1964 ഡിസംബർ 17 ദക്ഷിണ ആൻഡമാൻ കടലിൽ നിന്ന് ഒരു ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റായി ശക്തി പ്രാപിച്ചു. ഏകദേശം ഡിസംബർ 21 ശേഷം അത് പടിഞ്ഞാറോട്ട് നീങ്ങി. അത് 22 രാത്രിയിൽ ശ്രീലങ്കയിലെ വവുനിയ കടന്ന് 1964 ഡിസംബർ 22-23 രാത്രി ധനുഷ്കോടിയിൽ കരകയറി. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 280 കിലോമീറ്റർ, അതായത് 170 മൈൽ ആയിരുന്നു. തിരമാലകൾ 7 മീറ്റർ, അതായത് 23 അടി ഉയരത്തിലായിരുന്നു. ഡിസംബർ 22 ഈ ചുഴലിക്കാറ്റിൽ പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിനിലെ 115 യാത്രക്കാർ ഉൾപ്പെടെ 1800 പേർ മരിച്ചതായി കണക്കാക്കപ്പെടുന്നു. മുഴുവൻ പട്ടണവും ഒറ്റപ്പെട്ടു. മദ്രാസ് സർക്കാർ ധനുഷ്കോടിയെ ഒരു പ്രേത നഗരമായി പ്രഖ്യാപിച്ചു. ഈ കാണുന്ന പ്രദേശമാണ് അരിജൽ മുനൈ എന്നറിയപ്പെടുന്നത്, അതായത് ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും സംഗമിക്കുന്ന സ്ഥലം. ഇവിടെ നിന്നും ശ്രീലങ്കയിലേക്ക് ഏകദേശം 24 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഈ അരിജൽ മുനയിലേക്ക് പോകുന്ന വഴിയിലെ ഇടതുവശത്ത് കാണുന്നത് ബംഗാൾ ഉൾക്കടലും വലതുവശത്ത് കാണുന്നത് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. അവയുടെ നിറത്തിൽ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കും. ഒരു വശത്ത് കാണുന്ന കടൽ നീല നിറമാണെങ്കിൽ വലതുവശത്ത് കാണുന്ന കടൽ ശരിക്കും നല്ല പച്ച നിറത്തിലാണ് കാണപ്പെടുന്നത്. ധനുഷ്കോടിയും അരിച്ചൽ മുനയും ഇപ്പോൾ ദേശീയപാതയുടെ ഭാഗമാണ്. ചെന്നൈ IITയുടെ സാങ്കേതിക സഹായത്തോടെ 3 വർഷത്തെ ശ്രമത്തിനു ശേഷം ദേശീയപാത അതോറിറ്റി അവിടെ ഒരു റോഡ് പണിതു. ധനുഷ്കോടി വഴി അരിച്ചൽ മുനൈ മുനമ്പ് വരെ 9.5 കിലോമീറ്റർ ദൂരത്തിൽ കണ്ടാൽ ആരും കൊതിക്കുന്ന പോലൊരു റോഡ്. വേണ്ടി വന്നാൽ വിമാനത്തിന്റെ റൺവേ പോലെ ഉപയോഗിക്കാവുന്ന വളവുകളില്ലാത്ത ഈ പാത 2017 ജൂലൈ 27 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്.
പാമ്പൻ ദ്വീപിലെ രാമേശ്വരം പട്ടണത്തെയും ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശമായ മണ്ഡപത്തെയും സൂചിപ്പിക്കുന്ന ഒരു റെയിൽ പാലമായിരുന്നു പാമ്പൻ പാലം. 1914 ഫെബ്രുവരി 24 തുറന്ന ഇത് ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലമായിരുന്നു. 2010 ബാന്ദ്ര വർലി കടൽ ലിങ്ക് തുറക്കുന്നതുവരെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമായിരുന്നു ഇത്. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ആദരസൂചകമായി സമർപ്പിച്ചിരിക്കുന്ന സ്മാരകം രാമേശ്വരത്തുള്ള പേക്കൊരുമ്പുവിൽ സ്ഥിതി ചെയ്യുന്നു. ഡോക്ടർ കലാമിനോടുള്ള ആദരസൂചകമായും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും വംശീയ വൈവിധ്യവും പ്രദർശിപ്പിക്കുന്നതിനുമായി പ്രതിരോധ ഗവേഷണ വികസന സംഘടന അഥവാ DRDO രൂപകൽപ്പന ചെയ്ത ഈ സ്മാരകം 2017 ജൂലൈ 22 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽ കാനടുക്കാത്തനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരമാണ് കാനാട്ടുകാത്തൻ കൊട്ടാരം അഥവാ ചെട്ടിനാട് കൊട്ടാരം. 1912 രാജാ സർ അണ്ണാമലൈ ചെട്ടിയാരാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. മനോഹരമായ അലങ്കാര വിശദാംശങ്ങളുള്ള ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ 7 വർഷമെടുത്തു. ഈ പ്രദേശത്തെ പ്രധാനമായ അടുത്തൊരു ആകർഷണമാണ് തമിഴ്നാട്ടിലെ പുതുക്കോട്ട ജില്ലയിൽ പുതുക്കോട്ട കാരക്കുടി ഹൈവേയിലെ തിരുമയം പട്ടണത്തിലെ 40 ഏക്കർ വിസ്തൃതിയുള്ള ഒരു കോട്ട, അതായത് തിരുമയം കോട്ട. 1687 രാംനാട് രാജാവായിരുന്ന വിജയ രഘുനാഥ സേതുപതിയാണ് ഇത് പരിഗണിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ രഘുനാഥായ തൊണ്ടൈമാൻ കോട്ട കൈമാറി. ആർക്കിയോളജിക്കൽ സർവേക്കാണ് കോട്ട കൈമാറിയത്. അവർ ഈ കോട്ട വിപുലമായി നവീകരിച്ചു. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഈ കോട്ട പോളിഗാർ യുദ്ധങ്ങളിലെ വിമത നേതാക്കന്മാരുടെ ഒരു പ്രധാന ശക്തി കേന്ദ്രമായിരുന്നു. പാഞ്ചാല കുറിച്ചി തലവൻ കട്ടബൊമ്മന്റെ സഹോദരൻ ഊമതുരൈ ഈ കോട്ടയിൽ വെച്ചാണ് പിടിക്കപ്പെട്ടത്. ഈ കോട്ട പ്രാദേശികമായി ഊമയൻ കോട്ട, അതായത് ഊമകളുടെ കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഈ കോട്ട ഒരു സ്മാരകമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. തിരുച്ചിറപ്പള്ളി അഥവാ ട്രിച്ചി മുതൽ രാമേശ്വരം വരെയും തിരിച്ചുമുള്ള യാത്രയിലെ രസകരമായ കാഴ്ചകളും വിവരങ്ങളും അറിവുകളുമാണ് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.